അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരൊക്കെ റസൂലുള്ളാഹിങ്ങളെ സ്നേഹിച്ചോ, അവിടത്തെ പിൻപറ്റിയോ, അവിടത്തെ മുറുകെ പിടിച്ചോ, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഹദീസും ഖുർആനൊക്കെ. ഇത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹിങ്ങളെ എതിർത്താൽ അത് കുഫർ. റസൂലുള്ളാഹിനെ പിൻപറ്റിയാൽ അള്ളാഹിനെ പിൻപറ്റി. റസൂലുള്ളാഹിങ്ങളെ എതിർത്ത് നിന്നാൽ അള്ളാഹിനെ ധിക്കരിച്ചു. റസൂലുള്ളാഹിനെ അദബ് കാണിച്ചാൽ അള്ളാഹിനെ അദബ് കാണിച്ചു. റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ അള്ളാഹിനെ സ്നേഹിച്ചു. വെറുത്താൽ അള്ളാഹിനെ വെറുത്തു. എന്തും അള്ളാഹുമായി ബന്ധപ്പെട്ട് എന്തൊരു സംഗതിയും ഹബീബായ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഞാനും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് സുന്നിയോട് ആരേക്കുണ്ടാവും? അങ്ങനെയാണോ? ആ പരിശുദ്ധമായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അങ്ങനെയാണോ കാണേണ്ടത്? മുജാഹിദ് പറഞ്ഞ് ഒരു പോസ്റ്റ്മാന്റെ രൂപത്തേക്ക് വെച്ചോ നമ്മൾ റസൂലുള്ളാഹിങ്ങളെ? മരിക്കുമ്പോൾ പോലും മുഹമ്മദ് റസൂൽ ചെല്ലരുത്, അങ്ങനെ ചെല്ലിയാൽ അവസാനത്തെ വാക്കൊരു പടപ്പിന്റെ പേരാവൂലേ നമ്മളെ പഠിപ്പിച്ചില്ലേ? എന്ത് ഗതികേടാണ് നമുക്ക് അതിൽ വന്നത്? നമ്മൾ എന്തിനാണ് ചിന്തിക്കേണ്ട ആവശ്യം? ഏതെങ്കിലും ഒരു കിതാബിന്റെ കൗല് കണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണ മസല ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മസല കിട്ടിയാൽ മതി, നമ്മൾ അയിമ കൂടും. ഇത് ഒരുപാട് മഹാൻ മൗസൂല മുതൽ നബവി ഇമാമ മുതൽ അലി റളിയല്ലാഹു വരെയുള്ള ഒരുപാട് ആൾക്കാർ കലിമ ചെല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന കിതാബിൽ തെളിവുണ്ടായിട്ട് പോലും അത് ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കാതെ മുഹമ്മദ് റസൂലുള്ളാഹി വേണ്ട, അതൊരു സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു മനുഷ്യനല്ലേ, അപ്പൊ അവസാനത്തെ വാക്ക് ഒരു പടപ്പിന്റെ പേരാവൂലേ എന്ന് പറഞ്ഞ് ഉമ്മത്തിന്റെ മനസ്സിക്ക് ഹബീബ റസൂലുള്ളാഹിയുമായി ഒരു അകൽച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞു എങ്കിൽ അത് വിജയമായിട്ട് തോന്നുന്നുണ്ടോ ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാർക്ക്? ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ പരാജയല്ലേ? ഷഫായത്തും സ്വർഗത്തിന്റെ ചാവിയും എല്ലാം കൊടുത്തിരിക്കുന്നത് അവിടുത്തെ കയ്യിൽ നിന്ന് അവിടെ നിന്നാണ്. അത് നമുക്ക് എന്തിനാ അത് പറയാൻ പേടിക്കണം? അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഖുർആൻ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ഈ വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഖുർആൻ എന്താ പറഞ്ഞതെന്ന് നോക്കണ്ടേ? ഇപ്പൊ അത് നോക്കാം നമുക്ക്. അതാണല്ലോ അപ്പൊ തെളിവ്. നമുക്ക് ആ ചർച്ചയിലേക്ക് തുടങ്ങാം. ഞാനൊരു വ്യക്തിനെ മുമ്പ് വെക്കൂല, എൻ്റെ ഖുർആനാ വലുത്, എനിക്ക് ഹദീസ് അത് അത്ര ആവശ്യമുള്ളൂ എന്ന് പറയുന്ന സുന്നികൾ ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും പറയാണ്, എന്താ പറയുന്നത്? നമ്മൾ വഹാബികളെ ചതിയിൽപ്പെട്ടിരിക്കുന്നു. ഇസ്ലാം അങ്ങനെ അല്ല. ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ സൂറത്തിൽ പറയാം, ഫാത്തിഹ സൂറത്തിൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ പറയുന്നത്. ഇതാണ് അവരെടുത്തിട്ട് മുമ്പില്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞ ആയത്തിന്റെ നേരെ താഴെ പറയാം, അതാണല്ലോ എൻ്റെ റൂട്ട്. അല്ലാഹുവേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്നിട്ട് പറയാ, ഏതാണ്? നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നോട് മാത്രം സഹായം തേടുന്ന ആ റൂട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ എന്നെ വഴി നടത്തണേ. മുതൽക്കാം. അപ്പൊ ഏതാണ് മുസ്തഖീമായ വഴി? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ സംശയം? ഇത് ഖുർആൻ പറയാം, അല്ലാഹുവേ എന്നെ മുസ്തഖീമായ വഴിയിലേക്ക് വഴി നടത്തണേ എന്ന് ഖുർആൻ പറയുന്നു. ഏതാണ് ഈ മുസ്തഖീമായ വഴി എന്ന് വിശദീകരിക്കേണ്ടത് പല തഫ്സീറുകളിലും പല മഹാന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണം, അതിന്റെ വിവക്ഷയും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്ന വിഷയത്തെക്കുറിച്ച്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. അതെങ്ങനെ വിശദീകരിച്ചാലും അവർക്ക് എത്തൂല്ല. അവൻ മുസ്തഖീമായ വഴിയിലേക്ക് എന്നെ ചേർക്കണേ, എന്നെ വഴി നടത്തണേ എന്ന് ദ്വാരക്കുക. അതിന് മുമ്പ് എന്ത് പറയാ? നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന്, അതാണ് സിറാത്തുൽ മുസ്തഖീം. രണ്ടും എതിരാവാൻ പാടില്ലല്ലോ. എന്നിട്ട് പടച്ചവൻ പറയാ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്തല്ലദീന, ഒരു സിറാത്ത്, അല്ലദീന ഒരു കൂട്ടർ ആ സിറാത്തിലുള്ളത്. എങ്ങനെ? ആരാണ് ആ കൂട്ടർ? അൻഅംത അലൈഹിം, ഈ നിഅമത്ത് ചെയ്ത ആൾക്കാർ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, മഗ്ലൂബും ളാലുമായ ആൾക്കാർ അല്ല, നീ നിഅമത്ത് ചെയ്ത ആൾക്കാരാണ് ആ കൂട്ടർ. അവിടെ
നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രം സഹായം തേടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഇവിടെ പറയുന്നു ഏതാണ് ആ സിറാത്തുൽ മുസ്തഖീം? ഒരു കൂട്ടരാണ്. ശ്രദ്ധിക്കണം, ഈ കാണുന്ന മുസഹഫാണ്, ഖുർആനാണ് എന്ന് പറഞ്ഞില്ല, ഹദീസാണെന്ന് പറഞ്ഞില്ല, ഏതെങ്കിലും പുസ്തകമാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കൂട്ടരാണ് ആ ആൾക്കാര് എന്നർത്ഥം. അല്ലദീന എന്ന് പറയുമ്പോൾ ആക്കിലിനാണ്. അപ്പൊ ഖുർആൻ തന്നെ വിശദീകരിക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ മനുഷ്യന്മാരാണ് എന്നർത്ഥം. ആ മനുഷ്യന്മാരെ കൂട്ടത്ത് പിന്നെ കൂട്ടണേ എന്നാ നമ്മളോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അവരെ കൂട്ടത്ത് കൂട്ടില്ല, നമ്മളെ അവളെ കൂട്ടത്ത് കൂട്ടണം. അതിൻ്റെ വയ്യത്ത് എന്നറിയാം, ഇതിനെന്നെ വയ്യത്ത് എന്നറിയാം. അല്ല നിങ്ങൾ കണ്ട ഇപ്പൊ നമ്മൾ കാണുന്ന ശേഖന്മാരമാതിരി കാട്ടിക്കൂട്ടലുകളിലും അതിനല്ല, ആക്ഷൻസിനല്ല ശേഖ് എന്ന് പറയാം, ഇതിനാണ് ശേഖ് എന്ന് പറയാം. ആ നിയമത്ത് അള്ളാഹുക്ക് നിയമത്ത് ചെയ്തിരിക്കണ്, ആ നിയമത്തിലേക്ക് നമ്മളിങ്ങോട്ട് ചേർക്കലാണ് ഒരു ശേഖിന്റെ ഡ്യൂട്ടി. എൻ്റെ മുരീദിന്റെ ഡ്യൂട്ടി അവരെ നിന്നെടുത്ത് അവരെ കൂടലാണ്. അപ്പൊ മുസ്തഖീമായ വഴിയിലാണ് ഞാൻ സിറാത്തുൽ മുസ്തഖീമിനാ പോണ് എന്ന് പറയുമ്പോ ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് ഓരോരുത്തർ ചിന്തിക്കണം. അതൊരു സംഘടന അല്ല, ഒരു വ്യക്തിയാണ്, ഒരു കൂട്ടരാണ്. സംഘടനയിൽ എല്ലാവരും അങ്ങനെ ആയിക്കോണമെന്നില്ല, ഉള്ളവരുണ്ടാവട്ടോ, ഇല്ലാതെ അറിയാൻ പറ്റൂല. ഒരു വ്യക്തിയാണ്, അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട് ഇവിടെ. ആ കൂട്ടരെ കൂടണം. ഒരു ബുക്കിന്റെ കൂടെ കൂടിയാൽ പോരാ, ഖുർആന്റെ കൂടെ കൂടിയാൽ പോരാ, ഹദീസിന്റെ കൂടെ കൂടിയാൽ പോരാ. ഖുർആൻ പറഞ്ഞത് കേൾക്കണം. ഇതാ ഖുർആൻ പറയണേ, ഈ കൂട്ടരാണ് മുസ്തഖീം, ഞാനല്ല എന്ന് ഖുർആൻ തന്നെ പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കി നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.